ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മിസ്തുബിഷി എസിനെ കുറിച്ചാണ്. നമ്മുടെ കുറേ കമൻസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കുറേ ക്വറി വരുന്ന ഇതിനെക്കുറിച്ച്. അതായത് മിസ്തുബിഷി വാങ്ങിക്കണം നിങ്ങൾക്കായിരിക്കും. മിസ്തുബിഷി നോർമലി നമ്മുടെ സാധാരണ എസിനായിട്ടും കുറച്ച് വില കൂടുതലാണ്. ശരിക്കും ഇത് ഹെവി ഡ്യൂട്ടി എ സികളാണ്. ജപ്പാൻ ഒരു ബ്രാൻഡാണ് നിങ്ങൾക്കറിയാം മിസ്തുബിഷി. പണ്ട് നമുക്ക് ഇവിടെ കാറും സംഭവമൊക്കെ ഉണ്ടെന്ന്, ഇന്ത്യയിൽ മാത്രം സാധനം ഇല്ലാത്തുള്ളൂ, ബാക്കി പുറത്ത് യൂറോപ്പ് കൺട്രീസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എ സി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞ പോലെ തന്നെ മിസ്തുബിഷി എന്ന് പറയുന്ന ഒരു ജപ്പാൻ കമ്പനിയാണ്. അവരെ മോസ്റ്റ്ലി എ സി ഒക്കെ ഉണ്ടാക്കുന്നത് തായ്ലൻഡാണ് കേട്ടോ. തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന എ സികളൊക്കെ മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് നോർമലെക്കാട്ടും ഒരു പ്രൈസ് കൂടുതലുണ്ട്. വെച്ചാൽ ഇന്ത്യൻ മേഡുകളല്ല അതൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രൈസ് കൂടുതലുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 110 എ സി 5 സ്റ്റാർ ഓൾമോസ്റ്റ് റേറ്റ് വന്നത് 45 ആ റേഞ്ചൊക്കെ നമുക്ക് റേറ്റ് വന്നത് 110. അപ്പോൾ നമ്മൾ നോർമലി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 110 എ സി 5 സ്റ്റാർ നമുക്ക് ബാക്കിയുള്ള ബ്രാൻഡുകൾ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് 35 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. 35-36 ആ റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 രൂപയുടെ ഇൻക്രീസ് കാണുന്നുണ്ട് നമ്മുടെ ഈ മിസ്തുബിഷി എ സി വാങ്ങിക്കുമ്പോൾ. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം, അത് അല്ലെങ്കിൽ റെഡി ആയിട്ട് വേണം ഈ സാധനം വാങ്ങിക്കാൻ പോകാൻ കേട്ടോ. അതായത് ഓൾമോസ്റ്റ് ഒരു 10,000 to 15,000 വരെ ബാക്കിയുള്ള നോർമൽ എ സിനെക്കാട്ടും സാധനം പ്രൈസ് കൂടുതലാണ്. അത് മാത്രമല്ല, നമുക്ക് ആക്ച്വലി ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നിങ്ങൾക്കറിയായിരിക്കും ബാക്കിയുള്ള എ സിയുടെ കൂടെ തന്നെ നമുക്ക് ഒരു ഫിക്സഡ് ഒരു ലെങ്ത്, നോർമലി 1 മീറ്ററോ 2 മീറ്റർ സംതിങ്, നമുക്ക് അതിനോട് കോപ്പർ പൈപ്പ് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും കണക്ട് ചെയ്യാനുള്ള ഒരു പൈപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ സാധനം ശരിക്കും ബാക്കിയുള്ള എ സി കൂടെ നമുക്ക് ഫ്രീ ആണ്. ഒരു ഫിക്സഡ് റേറ്റ് വരെ നമുക്ക് ഫ്രീ ആണ്. പക്ഷെ നമുക്ക് ഈ മിസ്തുബിഷിയുടെ കൂടെ നമുക്ക് ഒരു ചെറിയൊരു പീസ് പോലും നമുക്ക് ഫ്രീ അല്ല. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഒരു 8,000 രൂപീസൊക്കെ എക്സ്ട്രാ അതിന് വരും. അപ്പോൾ നമ്മൾ നോർമലി ഒരു എ സി ഒരു 110 എ സി 5 സ്റ്റാർ വെച്ച് ഫിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് റേറ്റ് വരിക ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു 38 ആ റേഞ്ചിലൊക്കെ, മാക്സിമം പോയി കഴിഞ്ഞാൽ 38 സംതിങ് ഒക്കെ വരുള്ളൂ. പക്ഷേ അതിന് പകരം മിസ്തുബിഷിയുടെ എ സി ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 55 അടിയിൽ വരും. 55 അടിയിൽ ഓൾമോസ്റ്റ് വരും. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15,000 രൂപ എക്സ്ട്രാ നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. ശരിക്കും ആക്ച്വലി ഞാൻ മിസ്തുബിഷി എ സി വീട്ടിലേക്കൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടെ ഇറക്കുന്ന എ സികളെല്ലാം ഹെവി ഡ്യൂട്ടി എ സികളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഇൻഡസ്ട്രിയൽ പർപ്പസ്, കമേഴ്ഷ്യൽ പർപ്പസിനൊക്കെയാണ് നോർമലി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു കമ്പനീസും അതുപോലെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും അതിലത്തെ എ സികൾ മിസ്തുബിഷി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് മിക്കതും വോൾട്ടാസ് അല്ലെങ്കിൽ ബ്ലൂ സ്റ്റാർ ആയിരിക്കും. പക്ഷേ ഫോറിൻ ബ്രാൻഡ് നിങ്ങൾ കാണുമ്പോൾ മിക്കതും എല്ലാ സാധനവും മിസ്തുബിഷി തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് ശരിക്കും കമേഴ്ഷ്യൽ പർപ്പസിന് ഇറക്കുന്ന ഒരു എ സി ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ശരിക്കും നമുക്ക് നമ്മുടെ നോർമൽ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഹോം യൂസിന് വേണ്ടിയിട്ട് നോർമലി അവർ വലിയ ഫോക്കസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ അത് നോർമലി ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ബഡ്ജറ്റ് നോക്കി നടക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ നോർമൽ പീപ്പിൾസ് ഒന്നും വാങ്ങിക്കൂല. പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് ആക്ച്വലി അവർ കിട്ടുന്ന ഒരു 55,000 രൂപ നമ്മൾ ചിലവ് ചെയ്തിട്ട് ഒരു 110 സ്റ്റാർ എ സി വാങ്ങിച്ച് വെക്കുമ്പോൾ നമുക്കതിൽ നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ നമ്മൾ വേറെ ബ്രാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സും സംഭവമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതും നമുക്ക് ഇതിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് ശരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിരിക്കും നോർമലി ഇപ്പോൾ കടക്കാരായിക്കോട്ടെ, ഇപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ, ഓൺലൈൻ തീരെ ആക്ച്വലി മിസ്തുബിഷിക്കൊന്നും പ്രൊമോഷനോ സംഭവമൊന്നും ഇല്ല. അപ്പോൾ കടക്കാരിൽ തന്നെ ചില മെയിൻ കടകളിൽ മാത്രമേ ഈ സാധനം അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ പ്രൊമോഷൻ കാര്യങ്ങളും ചെയ്യാത്തതും. അതുപോലെ തന്നെ കമ്മീഷൻസ് കുറവാണ്. വേറെ കാര്യം അത് പിന്നെ പോട്ടെ, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എ സിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ കിടിലൻ എ സി ആണ് സംഭവം. വൺ ഓഫ് ദ ടോപ്പ് ഹെവി. നമ്മളറിയാം നമുക്കിപ്പോൾ ഹെവി യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യും, ഭയങ്കര എന്താ കണ്ടിന്യൂസ്ലി കുറേ മണിക്കൂറുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഈ സാധനം എപ്പോഴും ഓണായിരിക്കും. അപ്പം അങ്ങനത്തെ ടൈമിലൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ഈ സാധനം. ഇൻഡസ്ട്രിയൽ ഹെവി ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആക്ച്വലി ഹോം യൂസ് എന്ന് പറഞ്ഞിട്ട് വരാത്തത്. നോർമലി ഇപ്പം നമ്മൾ വീട്ടിൽ എപ്പോഴും 24 മണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 20 മണിക്കൂറൊന്നും ഉപയോഗിക്കില്ലല്ലോ എ സി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹെവി ഡ്യൂട്ടി എ സി വരുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കൺസപ്ഷൻ ഭയങ്കര നോർമൽ എ സിയായിട്ട് കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നോക്കിയത് ആക്ച്വലി നമ്മൾ 110 5 സ്റ്റാർ എ സി നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്തതാണ്. നോർമലി ഒരു 8 മണിക്കൂറൊക്കെ യൂസ് വരുമ്പോൾ ഈ സാധനം 2 യൂണിറ്റ് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള എ സികളൊക്കെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലത് 4 യൂണിറ്റ്, ചിലത് 3 യൂണിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് 5 സ്റ്റാർ ഇട്ടാ.
അപ്പൊ അത്രയ്ക്കും ഒരു കൺസെപ്ഷനും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ചെലവാക്കേണ്ട സാധനം തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അത്രയധികം സാധനം യൂസ് ചെയ്യണം, എന്നാലും നമുക്ക് ആ പ്രൈസ് കൊടുത്തതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങിക്കുന്ന പോലെയാണ്, അത്രയും ഡെയിലി അത്രയും ഒരു മാസം ചിലപ്പോൾ ഒരു 5000 കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രിക് കാർ കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ സാധനം കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഞാൻ ഈ സാധനം വാങ്ങിച്ചു വെക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എ സി അത്രയ്ക്ക് അധികം യൂസ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചു വെക്കുക, നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിടിലൻ ബ്രാൻഡാണ്, കംപ്ലൈൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. സർവീസ് നെറ്റ്വർക്കും ചെറിയ ഇഷ്യൂ ഉണ്ട്, എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യുന്നില്ല ഹോം യൂസിന് സംഭവങ്ങളൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സർവീസ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നോർമലി സാധനത്തിനൊന്നും അങ്ങനെ കംപ്ലൈന്റ് വരാറില്ല, അത് വേറെ കാര്യം. പക്ഷേ കിടിലൻ സാധനം തന്നെയാണ്. റെക്കമെൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് തന്നെയാണ്. പക്ഷേ ബഡ്ജറ്റ് യൂസേഴ്സിനൊന്നും സാധനം പറ്റില്ല, എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആദ്യം പ്രൈസ് കൂടുതലുണ്ട്, ഭയങ്കര പ്രൈസ് കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് ഒരു നോർമൽ എ സിന്റെ പകുതി പ്രൈസ് വരുന്നുണ്ട് എക്സ്ട്രാ. അപ്പൊ അത് ഞാൻ അതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് ഇപ്പൊ ഇത് തന്നെ വെക്കണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ പറയാ മണി വൈസ് പറ്റുന്നതാണെങ്കിൽ ഈസി ആയിട്ട് വെക്കാം, ഒരു പ്രോബ്ലം ഇല്ല. കിടിലൻ സാധനം തന്നെ വേണമെങ്കിൽ പറയാട്ടാ. ഇത് ആക്ച്വലി ഓൺലൈനിൽ അവൈലബിൾ അല്ല, വേറെ കാര്യം. ഓൺലൈനല്ല, മിക്ക ഷോപ്പിലും ഈ സാധനം അവൈലബിൾ അല്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് ഷോപ്സിൽ മാത്രമുള്ള മിത്സുബിഷി ഉള്ളൂ, വേറെ കാര്യം. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അവരെ വന്നെങ്കിൽ മിത്സുബിഷി ഇന്ത്യ സൈറ്റിൽ പോയി നോക്കാം, അവരുടെ സെല്ലേഴ്സിന്റെ സൈഡ് സംഭവങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിത്സുബിഷി. ഞാൻ എന്തായാലും നോർമൽ യൂസിനൊന്നും ഈ സാധനം റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് പ്രൈസ് എക്സ്ട്രാ കൊടുത്തതിന്റെ ബെനിഫിറ്റ് തീരെ തിരിച്ച് കിട്ടില്ല കേട്ടോ. അത് ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 5 മണിക്കൂറോ 10 മണിക്കൂറൊക്കെയാണ് യൂസ് ഉണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ എക്സ്ട്രാ കാശ് കൊടുക്കാൻ നല്ലുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ കൊടുത്ത കാശിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മണിക്കൂറിന്റെ ഒക്കെ മുകളിൽ ഒരു ദിവസത്തിൽ യൂസ് വേണം, നല്ല കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ എ സിയിലേക്ക് പോയാൽ മതി. പാനസോണിക്കിന്റെയോ LG-ന്റെയോ അല്ലെങ്കിൽ ഡേക്കിന്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ബ്രാൻഡ് ഇതല്ലാണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡുകളിൽ വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, ഇതൊക്കെ നിങ്ങൾക്ക് പോവാം. ഡിപ്പെൻഡ്സ് അപ്പോൺ യൂസേജ്, ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസ്. നിങ്ങൾക്ക് ഏതാണോ വാല്യൂ ഫോർ മണി പ്രൈസിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു 6 മണിക്കൂറൊക്കെ ഒരു ദിവസം ഉപയോഗിക്കുന്നതാണെങ്കിൽ 3 സ്റ്റാറിലേക്ക് പോയാൽ മതി. അതിന്റെ മുകളിൽ കണ്ടിന്യൂസ് യൂസ് ഉണ്ടെങ്കിൽ മാത്രം 5 സ്റ്റാറിലേക്ക് പോയാൽ മതിയിട്ടാകും. ഹോം യൂസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കാട്ടോ. പിന്നെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ എങ്ങനെ നമുക്ക് ഈ സാധനം വാങ്ങിക്കാം, എങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളുടെ റൂം സൈസിന് വാങ്ങിക്കാന്നൊക്കെ നോക്കി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഞാൻ മുകളിൽ കൊടുക്കാട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഷൂട്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് ബ്ലോഗ് എന്നാണ്. അടുത്ത വീഡിയോ കാണാം.